മിസ്റ്റർ ബാല എൻ്റെ ഒരു കൊളീഗാണ്, ഫ്രണ്ടുമാണ്. പുള്ളി ഒന്ന് മുന്നോട്ട് കയറ്റിവിടാമോ? കണ്ടോ, ഞാൻ പറഞ്ഞത്. ഈ കൈയടിയാണോ? അത് വെറും പൊള്ളയാണ്. പടക്കം പൊട്ടണല്ലേ പൊട്ടും. കാണണോ? ആ കാണണം. താൻ ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതേതാന്ന് ചോദിച്ചു നോക്കി. ഓക്കെ കണ്ടോ. എന്താ? ഹലോ മൈ ഡിയേഴ്സ്, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കും. ഞാനിപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് ഏതാണ്? ഏതാണ്? ചേട്ടാ, ചേട്ടന്റെ നോട്ടം. ഉഫ്. സിനിമ പറ. സീൻ സീൻ എനിക്ക് ഓർമ്മയില്ല. മത്തായി സിനിമയിലെ ചേട്ടന്റെ ലുക്ക് അടിപൊളിയാ. ആ ലുക്ക് ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ ആ പൊട്ട സിനിമ മൊത്തം ഇരുന്ന് കണ്ടത്. ഓക്കേ, നെക്സ്റ്റ്. ചേട്ടൻ ഫൗജി പടത്തില് മുടിഞ്ഞ ഗ്ലാമർ ആയിരുന്നു. ചേട്ടനെല്ലാം പൈൻ പൊട്ടി മരിച്ചപ്പോ ഞാൻ ഒരുപാട് കരഞ്ഞതാ. ഓക്കേ, പെർഫോമൻസ് പറ. ചേട്ടാ, മുന്തിരി തോപ്പുകൾ എന്ന സിനിമയിലെ ചേട്ടന്റെ ലിപ് ലോക്ക് സീൻ. മര്യാദയ്ക്ക് ഒരു സിനിമ കാരണം ഒരാൾ പോലും ഇല്ല നിങ്ങളുടെ ഇടയിൽ. ഒരു സീൻ പറയടാ. എവിടെട്ടാ? ആ, പ്രേമധീര സിനിമയിലെ ചേട്ടന്റെ വില്ലന്റെ ക്യാരക്ടറില്ലേ, പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരന് കൂട്ടിക്കൊടുത്തേ, അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടിക്കൊടുത്ത് സെറ്റപ്പ് ആക്കാൻ പറ്റുമോ? എനിക്കതിന്റെ പരിപാടി നിങ്ങളുടെ പ്രിൻസിപ്പളോട് ഇരിപ്പുണ്ട്, പുള്ളിയോട് ചോദിച്ചു നോക്കാം പരിപാടി ഉണ്ടോന്ന്. അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കും, ഒരു പെണ്ണിനെ സെറ്റാക്കി തരുമോ? എന്ത് പെട്ടെന്നാണല്ലേ കയ്യടി പറഞ്ഞിട്ട് പൊരിഞ്ഞടിയത് തെണ്ടികള്. ആ ചോദ്യം ചോദിച്ചോണ്ട് കൈ കിട്ടിട്ട് പൊട്ടിച്ചേനെ. ഏയ്, നിങ്ങളുടെ കാരണമല്ല അവിടെ ഉണ്ടായത്. ഞാൻ കാരണോ? താൻ ഒരുത്തം കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായത്? നിങ്ങളെ പ്രശ്നം മൊത്തത്തിൽ എന്താണെന്നറിയോ? ആ അനുഭവം പറഞ്ഞാണ് കറക്റ്റ്. അവളെന്ത് പറഞ്ഞു? അത് നിങ്ങൾ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റാ. എന്നാ അവള് പറഞ്ഞ? ഞങ്ങൾ ഡിസ്കഷനിൽ 1-2 വർഷം പറഞ്ഞു. അല്ല പക്ഷെ ശരിക്കും അർത്ഥം എന്താ അതിന്റെ? അത് കുറച്ചധികം ഉണ്ട് ചേട്ടാ. കുറച്ചോ? ഗൂഗിൾ ചെയ്ത് നോക്കലാണ്. ഫോണിൽ മെസ്സേജ് നോക്കാൻ പാടില്ലേ? ഡണ്ണിങ് ക്രൂഗർ എഫക്ട് മീനിങ് ചേട്ടാ, ഒരു വ്യക്തി തന്റെ കഴിവ് കേടിനെ മനസ്സിലാകാതെ ഇരിക്കുകയും ഉള്ള ചെറിയ കഴിവുകളെ പൊക്കി പിടിച്ചു താൻ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന അവസ്ഥ. സിമ്പിളായി പറഞ്ഞാൽ പൊട്ടൻ. ഗുഡ് മോർണിംഗ് സാർ. പി കെ ചേട്ടാ, അതെ, നമ്മുടെ ഈ വണ്ടി മേളിലേക്ക് പോകല്ലാത്തതുകൊണ്ടേ നമുക്ക് പോകാനായിട്ട് ഒരു ലക്ഷറി ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ, ജീപ്പില് പോവാലോ അല്ലേ? ലക്ഷറി ജീപ്പ് ആണെങ്കിൽ ഓക്കെ. പിന്നെ ലക്ഷറി ജീപ്പാ അല്ലേ? അതെ അതെ. വൈലി, ഇതാണോടോ തന്റെ ലക്ഷറി ജീപ്പ്? ഇതെന്താണ് വല്ലാത്തൊരു വിനയം? അയ്യോ, ഇത് ആക്ടിംഗ് ഒറിജിനൽ സാറാണ് ഏട്ടൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ ആക്ടർ. എന്തായിരുന്നു എൻ്റെ മറ്റേ പ്രശ്നം? ഞാൻ കോശിയോടൊന്ന് വിളിച്ച് സംസാരിക്കാനിരിക്കുകയായിരുന്നു. അയ്യോ സാർ, അത് എന്തിനാണ് അനാവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ? അല്ല, അതിന് ഞാനല്ല. സിനിമയിലെ ഒരു ചൊല്ലുണ്ട്, ക്ലീഷയാണ്, സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ളത്.
നമുക്കൊന്ന് തീർക്കണം. ഓക്കെ സാർ. റെഡിയല്ലേ ഷൈമനെ? ഷൈമനെ റെഡിയാണോ? റെഡിയാവും സാർ. ഷൈമനെ ആക്ഷൻ. നമ്മളെ ഇന്നലെ ഈ ഡയലോഗ്സ് നോക്കിയില്ലേ? ഇന്നലെ നോക്കിയതല്ലേ, എനിക്കറിയാം. എപ്പോഴും നോക്കിയ മെക്കാനിക്കലാവും. ഓക്കെ. ഷൈമനെ നന്നായി ചേട്ടാ ഷോർട്ട് അടിയാണ്. അല്ല ഞാൻ വരണോ? വേണോ? എന്തിനാ? ലെവൽ ആക്ടിങ്ങിൽ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ എന്താ പൊട്ടനാ? പൊട്ടനല്ല, ലോക പൊട്ടൻ. ഷൈമനെ ആക്ഷൻ. മുഹമ്മദ് സഖീർ ആള് ഭയങ്കരനാണെന്നാ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ്. Is it right? ഡേവിഡ് മനെ ഡയലോഗ്. പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ്. ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ്. അതിന് തടസ്സം നിന്നാൽ മുഹമ്മദ് സക്കീർ ഇസ് ഇൻഫ്ലേമബിൾ, ഹൈലി ഇൻഫ്ലേമബിൾ. ഞാൻ ചൊല്ലുന്നത് നീ ഒന്ന് കേട്ടേ. ചോറിന്റെ ചിക്കന്റെ പ്രശ്നമല്ലേ, ഞാനത് ശരിയാക്കി തരാം. ഞാനീ പറഞ്ഞിട്ടാ നിങ്ങൾ ഈ സിനിമാക്കാരുടെ ഹൈറാക്കിങ് പരിപാടിയാണ് ആദ്യം പൊളിച്ചു മാറ്റേണ്ടത്. ഞങ്ങളെ നാടകത്തിൽ അങ്ങനത്തെ ഒരു വേർതിരിവൊന്നുമില്ല. അവിടെ എല്ലാവർക്കും ഒരേ ചായ, ഒരേ ഗ്ലാസ്, ഒരേ ഭക്ഷണം. അവിടെ ഹീറോ, ഹീറോയിൻ, സൈഡ് ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നടനില്ലേ മുരളിച്ചേട്ടൻ, ദി ഗ്രേറ്റ് ആക്ടർ, പുള്ളി ഒരു നാടകത്തിന് ബെഞ്ചിങ് തൂക്കിപ്പോണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരുണ്ട്. പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു നല്ല നടനാവാൻ പറ്റുള്ളൂ, അല്ലേ? നല്ലൊരു നടിയാവാൻ പറ്റുള്ളൂ, നല്ലൊരു നടികറാവാൻ പറ്റുള്ളൂ. ഐ എം ഫോർ ഈക്വാലിറ്റി. ഞാൻ ഈ ഹൈറാർക്കി ഒന്നും നോക്കാറില്ല. അല്ലെ പിന്നെ ഞാൻ ഇവന്റെ കൂടെ ഇങ്ങനെ നടിക്കുവോ? എന്താ ഒഴിച്ചോടാ. പോരട്ടെ, ഉള്ളികളൊക്കെ പോരട്ടെ. ഞാൻ ചോദിച്ചു തരാം, പറഞ്ഞോ. എന്തു പോരട്ടെ? ആ, ഇതിനൊരു കുഴപ്പമുണ്ട്. എന്തോരം അടിച്ചാലുണ്ടല്ല, ഉള്ളികള് മാത്രമേ പുറത്തു വരുള്ളൂ. പോരട്ടെ, എല്ലാം പോരട്ടെ. എന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വന്നാൽ നിനക്കത് താങ്ങൂടാ. എന്ത്? നീ ഇന്നലെ എന്താ പറഞ്ഞത്? എനിക്ക് ഡണ്ണിങ് ക്രൂഗറാണെന്നോ? ആ, സ്വന്തം കഴിവുകൾ മനസ്സിലാക്കാത്തവരെ അങ്ങനെയല്ല എല്ലാരും പറയുള്ളൂ. ഇതൊക്കെ പറയാൻ നിനക്കെന്ത് ക്വാളിറ്റി ഉണ്ടടാ? നിനക്ക് സ്വന്തമായിട്ടൊരു പേരുണ്ടോ? നിനക്ക് സ്വന്തമായിട്ടൊരു മെയിൽ വിലാസം ഉണ്ടോ? ഡേവിഡ് പടിക്കലിന്റെ ആക്ടിംഗ് ട്രെയിനർ. വേറെ എന്ത് യോഗ്യത നിനക്കുള്ളത്? എന്നിട്ട് അതും വെച്ചോണ്ട് ആൻ്റെ അടുത്ത് ഒലിപ്പിക്കാൻ പോയിരിക്കുന്നു. ഓ, അപ്പൊ അതാണ്. എനിക്ക് മേൽവിലാസമുണ്ട്. ആ മേൽവിലാസത്തിൽ പുള്ളി വന്നിട്ടുണ്ട്. ചോദിച്ചാൽ മതി, അയാൾ പറഞ്ഞുതരും. നീ അവിടെ വന്നിട്ടില്ലെന്നുള്ളൂ. പിന്നെ നിന്റെ പേരെന്താ? ഡേവിഡ് പടിക്കൽ. എന്ത് പഠിക്കല്? ആരുടെ പഠിക്കല്? നിന്റെ അച്ഛനാണ് പഠിക്കല്? ഏതെങ്ങാണ്ട് പഠിക്കല് ഇറക്കി വെച്ച് പോയതാണ് ഇവരെ. മാഷിനെയാണ് നീ? മാഷല്ലേ ഇത്? നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ഞാൻ അന്നേ പറഞ്ഞ ഈ കോളനി സാധനം നമ്മുടെ കൂടെ കൂട്ടണ്ടാണ്. ഡേവിഡേ, നീ വെറും ഉള്ളേൻ. എടോ, ഇവൻ തനി ഉള്ളേൻ. ഒന്ന് പോടാ കോളനി തെണ്ടി.
നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ലെന്ന്. പ്രേമം പണ്ടാരം നിന്റെ പെണ്ണിനെ പ്രേമിക്കാൻ മാത്രം ഞാൻ അത്ര ബോർന്നല്ലടാ. നീ നന്നായിട്ട് അഭിനയിച്ചാൽ വേണ്ടി ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അറിയാവോ? ഞങ്ങളെ തിരിച്ചുകൾ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും. ഇനി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടെ നിൽക്കുന്നവന്റെ മനസ്സറിയത്ത മനുഷ്യനാടാ. നിർത്തിയാടാ, മതിയായി, ഞാൻ പോണു. നീ എന്തിട്ടാക്കാൻ പോണു? നീ എന്തുണ്ടാക്കാൻ പോണെന്ന്? നിന്റെ ഈ സ്റ്റാഡോ, ഈ സ്റ്റാഡം കൊണ്ട് ഒന്നും കിട്ടാൻ പോണില്ല കേട്ടോ. അതിനൊക്കെ അപ്പുറത്തൊരു നീ ഉണ്ട്, ആർക്കും വേണ്ടാത്ത, ഇവരാരും സ്നേഹം കിട്ടാത്തൊരു നീ, ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത നീ. നീ സൂക്ഷിച്ചോടാ. ഇയാള് പോടോ, വാപ്പിക്കെ പോ. ലെനി വണ്ടി എടുക്കടാ.